നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ കേസ് റീ ഓപ്പൺ ചെയ്യുകയും CBI കൊണ്ട് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. ദിലീപും അത് പറഞ്ഞതാണ് എന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടി പറയുകയാണ്. നുണപരിശോധനയ്ക്കും തയ്യാറാണ്, CBI കൊണ്ട് അന്വേഷിക്കാനും തയ്യാറാണ് എന്നുള്ളത്. അതായത് 100% അയാൾക്ക് ഉറപ്പുണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഉറപ്പില്ലാത്തത് ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കാണ് എന്നുള്ളതാണ്. ദിലീപിനെ എതിർക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. 6 പേരെ ശിക്ഷിച്ചല്ലോ അല്ലെ. ഈ 6 പേർക്കും കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് ഇതൊന്നല്ല കിട്ടേണ്ടിയിരുന്നത്, ഇരട്ട ജീവപര്യന്തമൊക്കെ കിട്ടേണ്ടിയിരുന്നു. എന്ത് ചെയ്യാനാണല്ലേ, നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും കീഴ്ക്കോടതിയാണ്, മേൽക്കോടതിയിൽ പോയ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രതികള് പല തവണയാണ് ഇവരുടെ മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുള്ളത്. ദിലീപാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പറയുന്നുണ്ട്, നടിയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പേരുകളും ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം കോടതി ജഡ്ജ്മെന്റിൽ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മേഡത്തിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ രീതിയിൽ അന്വേഷണം പോയോ എന്നുള്ളത്. അന്വേഷണം പോയിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ പ്രതിയുടെയും ഇരയുടെയും മൊഴിയിലും അത് വ്യക്തമായി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതി കൊടുത്ത മൊഴികളെല്ലാം നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ കഴിയും, അത് അറിയാനും കഴിഞ്ഞു. പക്ഷെ ഒരിക്കലും ഈ ഇര കൊടുത്ത മൊഴി പൂർണ്ണമായി നമുക്ക് കിട്ടില്ല, കാരണം അത് സ്വകാര്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ്. എന്നാലും ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ പലയിടങ്ങളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കുറച്ച് മൊഴിമാറ്റങ്ങളാണ്. ക്രിയേഷന്റെ ബാനറിൽ ഹണീബി 2.5 2 ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സിനിയാണെന്ന് നടിയുടെ ഡ്രൈവർ, അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയുന്നത്. പൾസർ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ ദിവസം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവര് സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ദൃക്സാക്ഷി ഞാനാണ്. ഓക്കെ, രണ്ടാം പ്രതിയുടെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവനാണ് നടിയെ അത്രയും തവണ ഈ നാറിയെ കൊണ്ട് പീഡിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഇവനാണ് വാഹനം ഓടിച്ചിരുന്നത്. അവസാനം ഇവനാണ് ലാലിന്റെ വീട്ടിന്റെ മുന്നിൽ നടിയെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുകയും അവൻ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവരുടെ വാക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഈ പ്രതികൾ പറയുന്ന വാക്കുകൾ തന്നെയാണല്ലോ ദിലീപാണ് കുറ്റക്കാരനാണ് എന്നും ദിലീപ് അല്ല കുറ്റക്കാരനാണെന്ന് പറയുന്ന വാക്കുകൾ. അപ്പോൾ എല്ലാ വാക്കുകളും എല്ലാ വശങ്ങളും നമ്മൾ വെറുതെ ഒന്ന് കേട്ടിരിക്കുകയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഭാവിയിൽ ചിലപ്പോൾ കേസിന് വല്ല മാറ്റങ്ങൾ വരുമ്പോൾ അന്ന് നമ്മളിത് കേട്ടിരുന്നല്ലോ എന്നെങ്കിലും പറയാൻ അത് കാരണമാകും എന്നുള്ളതാണ്. ഇവിടെ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് വെച്ച് അങ്ങനെ പീഡനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരു ഇരയെ, അതിജീവിതയെ തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് നിയമം. ഇവിടെ രാത്രി 12 മണിക്ക് ഇവരെ ലാലിന്റെ വീട്ടിലെത്തുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് മെഡിക്കൽ പരിശോധന നടന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഡാറ്റയും ഒരു മാധ്യമങ്ങളുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ്. ഞാനത് പലയിടങ്ങളിലും അന്വേഷിച്ചു നോക്കി, പക്ഷെ അങ്ങനെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടന്നോ എന്നുള്ളൊരു കാര്യം അറിയില്ല. പിന്നെ മാധ്യമങ്ങൾ പലപ്പോഴായിട്ട് മാറ്റി മാറ്റി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. എന്നാൽ പോലും ഈ പ്രതികൾ പറയുന്ന വാക്കുകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനോ എടുത്ത് പോക്കറ്റിൽ വെക്കാനോ കഴിയില്ല. അടുത്തത് മാർട്ടിനും അതുപോലെ തന്നെ മറ്റൊരു പ്രതിയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് കാണാം. ദിലീപിനെ വ്യക്തിപരമായി ഉദ്ദേശിച്ചുണ്ടാക്കിയ കള്ളക്കേസാണ് ഈ കേസ്. കേസിൽ ദിലീപിന്റെ പേര് പറഞ്ഞാൽ തന്നെ മാപ്പസാക്ഷിയാക്കാമെന്ന് റൂറൽ SP ആയിരുന്ന AV ജോർജ് ഉറപ്പു നൽകിയിരുന്നതായാണ് മറ്റൊരു പ്രതിയായ വിജേഷിന്റെ ആരോപണം. കേസിൽ ആലുവ SP AV ജോർജ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ കേസിൽ ദിലീപിനെതിരെ മൊഴി കൊടുത്ത മാപ്പസാക്ഷിയാക്കും എന്റെ അടുത്ത് പറഞ്ഞു. കേസിലെ പ്രധാന തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അഭിഭാഷകരുടെ വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഈ മാസം 27ലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്. ഓക്കെ, അയാളുടെ മുഖഭാവത്ത് നിന്നും അയാൾ ഭയം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് ജനങ്ങൾ അറിയണം എന്ന ഭാവത്തോടു കൂടി തന്നെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഇയാൾ നടനല്ല, അല്ലല്ലോ. അയാളൊക്കെ റിയൽ ലൈഫിൽ വൃത്തികേട് കാണിച്ച് നടക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. എന്നാൽ പോലും ആ വാക്ക് നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ മാപ്പ് സാക്ഷിയാക്കാം, ദിലീപിന്റെ പേര് വലിച്ചിഴച്ച് കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇദ്ദേഹത്തിന് കത്ത് വന്നല്ലോ അല്ലെ. ഈ കത്ത് വന്നതോട് കൂടിയിട്ടാണല്ലോ ദിലീപിനെ നേരെ ഒരു തെളിവും ഇല്ലാതെ ജയിലിനകത്തേക്ക് ഇട്ടിട്ടുള്ളത്. 8 വർഷത്തോളം അയാള് ജയിലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അയാളെ സമയവും അയാളെ പണമൊക്കെ പോയല്ലോ അല്ലെ. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കത്ത് എഴുതിയ വിപിൻ പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. ജയിലധികൃതരെ സുനിയുടെ ഭീഷണിയെ തുടർന്നാണ് ഞാൻ കത്തെഴുതിയത്. ദിലീപിന് ഇതുമായിട്ട് ഒരു പങ്കുമില്ല.
ദിലീപിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജയിൽ അധികൃതര് ഭയപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് എഴുതിച്ചത് എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ കഷ്ണമായിട്ട് ഇവർ പറഞ്ഞതായിട്ടുള്ളത് ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടാതെ റിപ്പോർട്ടർ ചാനലിൽ ഒരു മാനിപ്പുലേഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പൾസർ സുനിയുടെ അടുത്തൊരു ഹിഡൻ ക്യാമറ എന്ന രീതിയിലുള്ള ഒരു വലിയ ഡ്രാമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ പല വീഡിയോസും ഇറങ്ങുന്നുണ്ട്. എന്നാൽ പൾസർ സുനിയുടെ വാക്കുകൾ ഒന്നും എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആദ്യം പറയുന്നുണ്ട് ഒറ്റക്കാണ്, രണ്ടാമത് മേഡത്തിന്റെ കാര്യം പറയുന്നത്, മൂന്നാമത് ദിലീപിലേക്ക് എത്തുന്നുണ്ട്, പിന്നെ പല പേരും പറയുന്നുണ്ടെന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കലും അയാളുടെ മൊഴി എടുക്കാൻ കഴിയില്ല എന്ന് കോടതി അങ്ങ് ഉറപ്പിച്ച് പറയാണ്. ബാക്കിയുള്ള ആളുകൾ ഇപ്പൊ മാർട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന വിപിൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തവണയാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ മാർട്ടിൻ 2-3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആക്രമിക്കപ്പെട്ട നടിയെ ലാലിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇനി ലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ പടത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കുട്ടി അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അവര് വരുന്നത് ഈ രമ്യ രമേശിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ആ വണ്ടിയിൽ പോയ ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ നിങ്ങൾ ഏർപ്പാടാക്കിയതാണോ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഡ്രൈവറാണോ? ഒരു വലിയ ചോദ്യമല്ലേ. കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു ആളെ എങ്ങനെയാണ് ഒരു നടിയെ എടുക്കാൻ വേണ്ടിയിട്ട്, നടിക്ക് വാഹനം കൊടുത്തു എന്നാ പറയുന്നത്. നടി എവിടെയാണുള്ളത്? ചാലക്കുടി തൃശ്ശൂർ ഏരിയയിൽ എവിടെയാണ് ഉള്ളത് അല്ലെ? അവിടേക്ക് നിങ്ങൾ ആരെയാണ് വാഹനം കൊടുത്തയച്ചത്? വലിയ ചോദ്യമല്ലേ. മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയല്ലേ. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോവുകയാണെ, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമുള്ള വിഷയം തന്നെ ആകാം. നിങ്ങളുടെ ഒരു വാഹനം, ഒരു കാറ് നിങ്ങൾ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തു എന്ന് കൂട്ടുക. വാടകയ്ക്ക് പോകുന്ന സമയത്ത് അയാളെ പോലീസ് പൊക്കി വാഹനത്തിന്റെ അകത്തു നിന്നും ഒരു കഞ്ചാവ് പൊതിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വസ്തുക്കൾ പിടിച്ചു. ആദ്യം ഈ പ്രതിയെ പിടിക്കും, അത് കഴിഞ്ഞ് RC ഓണറെ പിടിക്കും. RC ഓണറും കോടതി കയറി ഇറങ്ങിയിട്ട് വേണ്ടി വരും അവസാന വണ്ടി നിങ്ങൾ കുറ്റവാളി അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാം. ഇവിടെ ലാലിന്റെ വാഹനത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. RC ഓണറെ വിളിപ്പിച്ചോ? ഒരു പിടിയുമില്ല. ഇതിൽ ഒന്നാം സാക്ഷിയായിട്ട് നിൽക്കുന്നത് അത് അതിജീവിത തന്നെയാണ്. കാരണം അവരാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. രണ്ടാമത് പിന്നെ ലാലിന്റെ പേരാണ് വരേണ്ടതായിട്ടുള്ളത്. മൂന്നാമത് എവിഡൻസ് ആണ്. ഇതിൽ എവിഡൻസ് ആയിട്ട് കിടക്കുന്ന ഈ സംഭവം നടന്ന വാഹനമാണ്. ഈ വാഹനമൊക്കെ ലാലിന്റെ മുറ്റത്ത് തന്നെ കിടന്നിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു പ്രശ്നം കൂടി കാണിക്കാം. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഫ്ലാറ്റ്. ഇതൊന്നും പോലീസ് അന്വേഷിക്കുക പോലും നടത്തിയിട്ടില്ല. മഞ്ജു വാര്യറിലേക്ക് ഒരു അന്വേഷണം പോയോ? ഇല്ല. ആദ്യമായിട്ട് ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യറുടെ മൊഴി ഞാൻ പറഞ്ഞു തരാം. മഞ്ജു വാര്യറുടെ മൊഴി എന്താന്ന് വെച്ചാല്, കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള ഒരു ബന്ധം, അവിഹിതം എന്ന് പറയുന്ന ആ അവിഹിതത്തെ കുറിച്ചിട്ട് തന്റെ അടുത്തേക്ക് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി വന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടുണ്ടായ വൈരാഗ്യത്തിന്റെ പുറത്ത് ഇത് ദിലീപ് ചെയ്തോ എന്നൊരു സംശയമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ദിലീപിലേക്കാണ് കേസ് പോയത്. പിന്നെയാണ് കത്തും കാര്യങ്ങളും വന്നത്. സംഭവശേഷം ഡ്രൈവർ മാർട്ടിനെ കസ്റ്റഡിയിൽ എടുക്കാനായതും തന്റെ ഇടപെടൽ കൊണ്ടാണ്. ആരാണ് ഡ്രൈവർ എന്ന് ചോദിച്ചോ പറഞ്ഞു അവൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ നിന്ന് ഓടിച്ചു വിടല്ലേ അവനെ എന്നിട്ട് ഓടിച്ചെന്നപ്പോൾ അവനെ വഴി കൂടി നടന്നു പോവുക. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവനെ ഓടിച്ചിട്ട് പിടിച്ച് ഞാനും എന്റെ ഡ്രൈവറും കൂടി പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു. അതായത് അദ്ദേഹമാണ് ഈ ഒരു പ്രതിയെ പിടിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ വ്യക്തിയെ. ആരാണ് ഡ്രൈവർ എന്നറിയില്ലേ? സ്വന്തം വാഹനമല്ലേ ഇങ്ങനെ ഒരാളുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുള്ളത്? കൊള്ളാം. എന്നാൽ താങ്കളാണ് പിടിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി തോമസ് സാർ പറയുന്നതും കൂടി ഒന്ന് കേൾക്കാം. സംഭവത്തിന്റെ ചുരുളൊന്ന് അഴിക്കാൻ ശ്രമിച്ചാൽ താങ്കൾ 12 മണിയോടുകൂടി ആന്റോ ജോസഫിനൊപ്പം ലാലിന്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ട്. അയാൾ മർദ്ദിക്കപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. അയാൾ മർദ്ദനമേറ്റ ആളാണെന്ന് പോലീസും അവിടെയുള്ള ലാലടക്കമുള്ള ആളുകളും വിശ്വസിച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ താങ്കൾക്ക് സംശയം തോന്നിയത് കൊണ്ടാണല്ലോ മാർട്ടിനെ ചോദ്യം ചെയ്യുകയും മാർട്ടിനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ മാർട്ടിൻ ആ നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മാർട്ടിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം എന്നൊരു തരത്തിലേക്കായിരുന്നു അപ്പോൾ പോലീസിന്റെ ഒരു നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റും. തോമസ് സാറ് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇയാള് അവശനായിട്ടാണ് നിൽക്കുന്നത്. അവര് ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലാല് പറയുന്നു കേട്ടോക്കെ. തന്നെ ഇടയ്ക്കപ്പോഴോ പി.ടി. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട് എന്തോ. ഓക്കെ,
പി.ടി. തോമസ് സാറാണത്രേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. നമ്മൾ ഏത് വിശ്വസിക്കണം? ലാല് പറഞ്ഞത് വിശ്വസിക്കണോ അതോ പി.ടി. തോമസ് സാർ പറയുന്നത് വിശ്വസിക്കണോ? പി.ടി. തോമസ് സാർ എങ്ങനെ അവിടെ എത്തുന്നറിയോ? ലാല് രഞ്ജി പണിക്കർ വിളിച്ച് കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ നടി അവശ നിലയിൽ വന്നിരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് രഞ്ജി പണിക്കർ ആലപ്പുഴയിൽ എങ്ങാനും ഒരു ഷൂട്ടിങ്ങിനിടയിലാണ്. ഉടനെ തന്നെ അദ്ദേഹം ആന്റോ ജോസഫിനെ വിളിച്ച് പറയുന്നു ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ആന്റോ ജോസഫ് പോകുന്ന വഴിക്ക് പി.ടി. തോമസ് സാറിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിനെയും കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹമാണ് കാണുന്നത് എന്ത്, അയാൾ അവശ നിലയിൽ കിടക്കുന്നതും അയാളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നതും. അയാളിങ്ങനെ കൈ ഇങ്ങനെ താഴെ പൊത്തിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ അവിടെ ചവിട്ടി അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമാണ്, എന്നെ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അയാൾ വളരെ വേർക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്, വളരെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അപ്പം താൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചു. വണ്ടി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് വണ്ടി ഇടിച്ചതെന്ന് വേണ്ടി ഇയാൾക്കാക്കാൻ. അപ്പോൾ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഈ നടിയെ രക്ഷിക്കണമെന്നോ ഈ സംഭവം പുറത്തറിയിക്കണമെന്നോ താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അപ്പോൾ ഏകദേശം ഇയാൾ സംസാരിച്ചതനുസരിച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കളമശ്ശേരിക്കും എടപ്പള്ളി വരെ മറ്റോ ഇയാൾ തന്നെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഇവരുടെ അടുത്ത് പോയി, യുവ നടിയുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇയാൾ പുറത്തിരിക്കുന്നത് കാണാം. ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം നമ്മളോട് സംസാരിച്ച ഭാവമൊന്നും അല്ല ഇയാളുടെ മുഖത്ത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു ഇയാൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഇൻവോൾവ് ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അപ്പോൾ അയാളുടെ ഫോൺ മേടിച്ചു. ഓക്കെ, എങ്ങനെയുണ്ട്? പി.ടി. തോമസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുടെ ഫോൺ വാങ്ങി വെക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും എന്നുള്ളതാണ്. പക്ഷെ ലാൽ സാർ പറയുന്നു എനിക്ക് അയാൾ അഭിനയം കണ്ടപ്പോൾ അങ്ങ് പറ്റിയില്ല, എന്നെക്കാൾ നന്നായി അഭിനയിക്കുന്നു, അതുകൊണ്ട് ഞാൻ പിടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതൊക്കെ ചോദ്യചിഹ്നമാണെന്നുള്ളതാണ്. ഇനി ലാൽ സാർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അവന്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ, കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളിലും തുടക്കം. അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വശത്തുള്ള കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ. ഇവിടെ പ്രതികൾ പറഞ്ഞ പല വാക്കുകളും പലപ്പോഴും മാറി മാറി വന്നിട്ടുണ്ട്. ഇത്രയും നാള് നമുക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പൂർണ്ണമായും ദിലീപ് ഇതിൽ കുറ്റക്കാരനാണോ എന്നുള്ളത്. പക്ഷെ നമുക്കൊരു 75% ഇപ്പൊ കുറ്റക്കാരനല്ല എന്നുള്ളൊരു ധാരണ നിൽക്കുന്നുണ്ട്. പിന്നെ 25 എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനുഷ്യനെ പൂർണ്ണമായിട്ട് അളക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവുകൾ ഇവിടെ എന്തായാലും കൊടുക്കാൻ ഇദ്ദേഹത്തിനോട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ദിലീപ് ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പറ, ഇവിടെ പൾസർ സുനി പറയുന്ന ആ മേഡം അത് ആരായിരിക്കും? ഇനി അങ്ങനെ ഒരു മേഡം ഉണ്ടാകുമോ? ഈ പൾസർ സുനിക്ക് തന്നെ ഒരുപാട് തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നും ഒരുപാട് നടിമാരെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ ആളുകൾ പറയുന്നു. വൃത്തികെട്ടവനാണ് എന്ന് പറയുന്നു. അങ്ങനെ സ്വമേധയാ ചെയ്ത ഒരു കാര്യത്തിലേക്ക് ദിലീപിന്റെ പേര് വലിച്ചിഴച്ചത് ഒരു പക്ഷേ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ തന്റെ മാഡത്തിനെ രക്ഷപ്പെടുത്താനാണോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എല്ലാവരെയും സംശയിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിജീവിതയുടെ ഭാഗം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള ആരുടെയും കാര്യം നോക്കേണ്ടതായിട്ടില്ല. ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതൊരു വ്യക്തിയും ശിക്ഷിക്കാൻ കഴിയുള്ളൂ. കുറ്റം ചെയ്തവനും ചെയ്യാത്തവനും തെളിവുകൾ ഉണ്ടെങ്കിൽ അകത്ത് കിടക്കും, തെളിവുകൾ ഇല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ പോലും അകത്ത് കിടക്കും എന്നുള്ളതാണ്. ഒരു വലിയ മനുഷ്യന്റെ സാമ്പത്തികമായിട്ടുണ്ട്, പ്രശസ്തിയുണ്ട്, ഈ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെങ്കിൽ ഒന്നും അറിയാത്ത നമുക്ക് നേരെ എന്തൊക്കെ വരും, നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരും? വല്ലാത്തൊരവസ്ഥ തന്നെയാകും അത്, അല്ലെ? ഇനി നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ദിലീപ് കുറ്റക്കാരനാണോ? കുറ്റക്കാരനാണെങ്കിൽ തെളിവുകൾ കൊണ്ടുവരൂ. തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ ശിക്ഷിക്കട്ടെ. പക്ഷെ ദിലീപ് പറഞ്ഞ വാക്കുകൾ അവിടെ മുഴച്ച് തന്നെ നിൽക്കുന്നുണ്ട്. CBI അന്വേഷിക്കണം. അത് കൂടാതെ തന്നെ ഞാൻ നുണ പരിശോധനയ്ക്ക് വിധേയമാകാൻ തയ്യാറാണ് എന്നുള്ളത്. ഈ 6 പേരെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കി തന്നെ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. ഈ കേസ് മന്ദഗതിയിലായതും ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കം ഇനി ഇല്ല എന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? പരമാവധി ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്.